അഴിമതി വിരുദ്ധ പ്രതിച്ഛായയാണ് നേപ്പാൾ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കിയെ ഇടക്കാല ഭരണാധികാരിയായി തെരഞ്ഞെടുക്കുന്നതിലേക്ക് പ്രക്ഷോഭകരെ നയിച്ചത്. ആരാണ് സുശീല കർക്കിയെന്ന് നോക്കാം. സമൂഹമാധ്യമ ആപ്പുകൾ നിരോധിച്ചു എന്നതിനപ്പുറം അഴിമതി വിരുദ്ധ നിലപാടാണ് ജൻസി പ്രക്ഷോഭത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ടുതന്നെ അഴിമതി വിരുദ്ധ നിലപാടിലൂടെ ശ്രദ്ധേയയായ സുശീല കർക്കിയെയാണ് ജൻസി പ്രക്ഷോഭക്കാർ ഭരണാധികാരിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. നേപ്പാൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായിരിക്കെ സുശീല കർക്കി സ്വീകരിച്ച നിലപാടുകൾ ശ്രദ്ധേയമായിരുന്നു. അഴിമതി വിരുദ്ധ നിലപാടുകളുടെ ഭാഗമായി മന്ത്രിയെ തന്നെ ജയിലിലടച്ച ന്യായാധിപയാണ് സുശീല കർക്കി. 2017 സുശീല കർക്കിയെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കം മാവോയിസ്റ്റ് സെന്ററും നേപ്പാളി കോൺഗ്രസും നേതൃത്വം നൽകിയ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. എന്നാൽ ജനരോഷത്തെ തുടർന്ന് ആ നീക്കത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. 1952 ജൂൺ 7 നേപ്പാളിലെ ബിരാത് നഗറിൽ ജനിച്ച സുശീല കർക്കി സർവകലാശാല വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ഇന്ത്യയിലാണ്. വാരാണസിയിലെ ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്ന് രാഷ്ട്രമീമാംസയിലാണ് സുശീല കർക്കി ബിരുദാനന്തര ബിരുദം നേടിയത്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.